സമയം രാത്രി 12:30 മണി കഴിഞ്ഞിരിക്കുന്നു. കട്ടിലിൽ ഞാൻ അങ്ങനെ കിടക്കുവാണ്. അപ്പോൾ AC-യുടെ തണുപ്പിലും ഞാൻ ചെറുതായി വിയർക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികം. ഞാൻ അമ്മയെ നോക്കി. അമ്മയും പുതപ്പ് മൂടി പുതച്ച് നല്ല ഉറക്കമായിരുന്നു. അതും സ്വാഭാവികം. എന്തായാലും നല്ല ക്ഷീണം ഉണ്ടാകുമല്ലോ, ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് വീണ്ടും വീടിൻ്റെ പുറത്തു നിന്നും ശബ്ദം കേട്ടത്. ഞാൻ ഞെട്ടിയെണീറ്റ് ജനാലയിലേക്ക് നോക്കിയതും ഒരു രൂപം പാത്തും പതുങ്ങിയും പോകുന്നത് കണ്ടു. വീട്ടിലപ്പോൾ ഞാനും അമ്മയും മാത്രമായതുകൊണ്ട് തന്നെ മുറിയിൽ ഡിം ലൈറ്റും പിന്നെ വീടിൻ്റെ പിന്നാമ്പുറത്ത് ഒരു ലൈറ്റും വെറുതെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വലിയ വീടല്ലേ, കള്ളന്മാരെയൊന്നും ആകർഷിക്കേണ്ട എന്ന് കരുതി. ഇനി കഥയിലേക്ക് തിരികെ വരാം. അങ്ങനെ ഞാൻ അവിടെ അമ്പരപ്പോടെ എണീറ്റിരുന്നു. ഇതാരായിരിക്കും ഈ രാത്രിയിൽ പുറത്ത്? വല്ല കള്ളന്മാരുമായിരിക്കുമോ? അതോ ഒളിഞ്ഞു നോക്കി രസിക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കുമോ? എൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. സാധാരണ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പേടിയുള്ള എനിക്ക് അപ്പോഴും പേടി തോന്നിയത് സ്വാഭാവികം. ഞാൻ പതുക്കെ എണീറ്റു. ഡിം ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഞാൻ പതുക്കെ നടന്ന് അമ്മയുടെ അടുത്തുള്ള മേശപ്പുറത്ത് വെച്ചിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്തു. പിന്നെ ചെന്ന് കതക് തുറന്ന് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാതിരാത്രിയിലൊക്കെ എണീറ്റ് നോക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സാധാരണ ഹോളിവുഡ് ഹൊറർ സിനിമകളിൽ മാത്രമേ ഇങ്ങനെ രാത്രിയിലൊക്കെ എണീറ്റ് നോക്കുന്നവരെ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ എന്താണാവോ കാണിക്കാൻ പോകുന്നത്, ഞാൻ ചിന്തിച്ചു. അങ്ങനെ മൊബൈലിൻ്റെ ടോർച്ചിൻ്റെ വെട്ടത്തിൽ ഞാൻ പയ്യെ നടന്ന് വീടിൻ്റെ അടുക്കള ഭാഗത്തേക്കെത്തി. അവിടുത്തെ വാതിൽ നോക്കി. അത് കുറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി വർക്ക് ഏരിയയിലും ഇറങ്ങി നോക്കേണ്ട കാര്യമില്ല എന്നും ചിന്തിച്ച് ഞാൻ നേരെ ഹാളിലേക്ക് നടന്നു. പിന്നെ മെയിൻ ഡോർ ഒന്ന് നോക്കി. അതും ലോക്കാണെന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഒരു ആശ്വാസം. പിന്നെ മുകളിലത്തെ നിലയിലൊന്നും നോക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഫുൾ ലോക്കാണ്. അങ്ങനെ ഞാൻ നേരെ മുറിയിലേക്ക് ചെന്നു. അപ്പോഴും അമ്മ നല്ല ഉറക്കമായിരുന്നു. അലക്ഷ്യമായിട്ടിരിക്കുന്ന പുതപ്പ് ഞാൻ ഒരു നിമിഷം നോക്കി നിന്ന് പോയി. പിന്നെ പുതപ്പ് നേരെയാക്കി. മനസ്സിൽ പേടിയുണ്ടെങ്കിലും ഇല്ലാത്ത ധൈര്യമുണ്ടാക്കി ഞാൻ കട്ടിലിൽ കയറി നിന്ന് പതിയെ ജനാല തുറന്നു. പിന്നെ മൊബൈലിൻ്റെ ടോർച്ച് അടിച്ച് പുറത്തേക്ക് നോക്കി. ടോർച്ചിൻ്റെ വെട്ടം ഒരു പരിധിവരെ സഞ്ചരിച്ച അത്രത്തോളം ഞാൻ പരിസരവും വീക്ഷിച്ചു. പക്ഷേ സംശയപരമായി ഒന്നും കണ്ടില്ല. പിന്നെ അല്പം അകലെയുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടവും അതിൻ്റെ താഴെ പട്ടിക്കുട്ടന്മാർ കൂട്ടം കൂടി കുരച്ചുകൊണ്ട് ഓടിപ്പോകുന്നതും കണ്ടു. വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാഞ്ഞത് കൊണ്ട് ഞാൻ പതുക്കെ ജനാല അടച്ചു കുറ്റിയിട്ടു. പിന്നെ വേഗം മൊബൈലും കിടക്കയിലേക്കിട്ട് പുതപ്പ് മൂടി പുതച്ച് കിടന്നു. AC-യുടെ ആ തണുപ്പിലും ഞാൻ ചെറുതായി വിയർക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേറെ ശബ്ദമൊന്നും കേട്ടില്ല. മനസ്സൊന്ന് ശാന്തമായപ്പോൾ ഞാൻ മെല്ലെ പുതപ്പ് മാറ്റി അമ്മയെ നോക്കി. അമ്മ പുതപ്പ് മൂടി പുതച്ച് ചുരുണ്ടുകൂടി സുഖമായി ഉറങ്ങുവാണ്. പിന്നെ ഞാൻ കുറച്ചു നേരം അങ്ങനെ കിടന്ന് പിന്നെ എപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ അമ്മ കാപ്പിയും കൊണ്ടുവന്ന് വിളിച്ചപ്പോഴാണ് ഉണർന്നത്. ഉണർന്ന പാടെ ഒരു ഞെട്ടലോടെ നോക്കിയത് ജനാലയിലേക്കാണ്. പിന്നെ കണ്ണുകൾ പോയത് അമ്മയിലേക്കും. കുളിച്ച് സുന്ദരിയായി മഞ്ഞ നിറത്തിലുള്ള സാരിയുമെടുത്ത് ഒരു കപ്പ് കാപ്പിയുമായി മുന്നിൽ വന്ന് നിൽക്കുന്നു, ദേവതയെ പോലെ. പിന്നെ ആ മുഖത്ത് നാണത്തോടെയുള്ള ഒരു ചിരിയും പ്രകടമായിരുന്നു. അത് പിന്നെ ഇന്നലത്തെ കാര്യം ഓർത്തിട്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. ഒരു ചിരിയാലെ ഞാൻ കാപ്പി വാങ്ങിക്കൊടിച്ചു. ഇന്നലെ ഈ മുറിയിൽ കിടന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അമ്മേ? നന്നായി ഉറങ്ങിയായിരുന്നോ? ഞാൻ ചോദിച്ചു. ഉറങ്ങിയാടാ. പിന്നെ ഇന്നലെ നല്ല ക്ഷീണമുണ്ടായിരുന്നല്ലോ, അപ്പോൾ കിടന്നപ്പാടെ ഉറങ്ങിപ്പോയി.
ഒരു കളച്ചിരിയാളെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മൂളിക്കൊണ്ട് ചിരിച്ചു. ഡാ, വേഗം എണീറ്റ് കുളിച്ച് റെഡിയാവാൻ നോക്കിട്ടോ, ഇന്ന് അപ്പമ്മ ഉണ്ടാക്കുന്നേ. നിനക്ക് അപ്പം ചൂടോടെ വേണ്ടേ, എന്നാലല്ലേ കഴിക്കൂ. ഒരു ചിരിയാളെ അമ്മ അങ്ങനെ പറഞ്ഞതും ഞാൻ തലയുയർത്തി നോക്കി. അല്ലെങ്കിലും അപ്പവും മുട്ടക്കറിയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് കേട്ടപാടെ ഞാൻ പറഞ്ഞു, ഞാൻ ദേ കുളിച്ചിട്ട് ഇപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞ് ഗ്ലാസ് അമ്മയ്ക്ക് കൊടുത്തിട്ട് പേസ്റ്റും ബ്രഷും എടുത്ത് കുളിമുറിയിലേക്ക് ചെന്നു. അങ്ങനെ കുളിമുറിയിൽ കണ്ണാടി നോക്കി പല്ല് തേച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ വീണ്ടും ഇന്നലെ രാത്രിയിലെ ആ കാര്യം കടന്നു വന്നത്. എന്തായാലും അത് വല്ല കള്ളന്മാരുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഒളിഞ്ഞു നോക്കിയിട്ട് ഓടുന്നവന്മാരായിരിക്കും. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ ആ കാര്യം വിട്ടു. അങ്ങനെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചു. ശേഷം അമ്മയുടെ മുറിയിൽ ചെന്ന് നോക്കി. അപ്പോൾ അമ്മ മുറിയിൽ നിന്നും അണിഞ്ഞൊരുങ്ങുന്നതാണ് കണ്ടത്. ഇളം നീല നിറത്തിലുള്ള ബ്ലൗസും സാരിയുമാണ് വേഷം. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് 2 കൈയും പൊക്കി മുടി ഒതുക്കി കെട്ടുവാണ്. അമ്മേ, എവിടെ പോകുക ഈ രാവിലെ തന്നെ? എടാ, എൻ്റെ മാനേജർ വിളിച്ചായിരുന്നു, ഒന്ന് ഓഫീസ് വരെ പോകണം. അല്ല, അതിന് അമ്മയുടെ ലീവ് ഇനിയുമുണ്ടല്ലോ, തീർന്നിട്ടില്ലല്ലോ, പിന്നെന്താ ഇപ്പോൾ തന്നെ പോകുന്നേ? അതല്ലടാ, ഞാൻ അന്ന് ചെയ്ത് കൊടുത്ത വർക്കിൽ എന്തോ ചെറിയ തെറ്റുണ്ടത്രേ. അത് നേരിട്ട് ചെന്ന് കറക്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. പോയിട്ട് ഉടനെ വരും. അത് കേട്ട് എനിക്കെന്തോ വല്ലായ്മ തോന്നി. ഇനി ഇവിടെ ഇരുന്ന് ബോറടിക്കുമല്ലോ, എൻ്റെ പരിപാടി നടക്കില്ല, ഞാൻ ചിന്തിച്ചു. അമ്മേ, ഞാൻ കൂടെ വരണോ? ഒരു ചിരിയാളെ എൻ്റെ ചോദ്യം. വേണ്ടടാ, ഞാൻ കൂടിപ്പോയാൽ 1 മണിക്കൂർ അതിനുള്ളിൽ തിരിച്ചെത്തും കേട്ടോ. നീ TV പലതും കണ്ടിരുന്നോ? അപ്പോഴേക്കും അമ്മ വരാം. എന്താ, മതിയോ? മതി, ഞാൻ പതിയെ പറഞ്ഞു. കൊച്ചുകള്ളൻ എന്നും പറഞ്ഞ് അമ്മ എൻ്റെ കവിളിൽ നുള്ളിയപ്പോൾ ഞാൻ ഒരു ചിരി പാസാക്കി. അമ്മ മുഖത്ത് എന്തോ ക്രീം പുരട്ടിയ ശേഷം 2 കൈകളും പൊക്കി വീണ്ടും മുടി ഒതുക്കി നേരെയാക്കവേ നല്ലൊരു ഗന്ധം എൻ്റെ മൂക്കിലേക്ക് തുളഞ്ഞു കയറി. ഒപ്പം എൻ്റെ കണ്ണുകൾ കിടക്കയിലിരിക്കുന്ന പെർഫ്യൂമിൻ്റെ ബോട്ടിലേക്കും പതിഞ്ഞു. അമ്മ ഈ പെർഫ്യൂമാണല്ലേ ഉപയോഗിക്കുന്നേ? അതേടാ. നല്ല വാസനയാ. ഞാൻ പെർഫ്യൂം ബോട്ടിലും ആ 2 കക്ഷവും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മ പോകാനൊരുങ്ങി. ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് വാരിക വായിക്കാട്ടോ. ശരി അമ്മേ. പെട്ടെന്നാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇച്ചിരി മടിയോടെയാണെങ്കിലും ഞാൻ ചോദിച്ചു, അമ്മേ, വരുമ്പോൾ ബാലരമ വാങ്ങിക്കാവോ? എൻ്റെ ചോദ്യം കേട്ട് ഒരു ചിരിയാളെ അമ്മ എന്നെ നോക്കി. ആഹാ, ഡിഗ്രി ഫസ്റ്റ് ഇയർ എത്തി നിൽക്കുന്ന വലിയ ചെക്കന് ബാലരമ വേണമെന്നോ? ശരി, വാങ്ങിക്കാട്ടോ. അതും പറഞ്ഞ് അമ്മ വീണ്ടും കവിളത്ത് നുള്ള വെച്ച് തന്നു. അപ്പോൾ ശരിടാ, ഞാൻ ഇറങ്ങുവാട്ടോ. ശരി അമ്മേ, വേഗം വരണേ. വരാമേടാ. നീ കഥകടച്ച് TVയും കണ്ടിരുന്നോ? ശരി അമ്മേ. അങ്ങനെ അമ്മ സ്കൂട്ടറും എടുത്ത് പോയി. പിന്നെ ഞാൻ ഹാളിലെ സോഫയിൽ TVയും കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ പുതിയ മലയാളം സിനിമകളിലെ പാട്ടുണ്ടായിരുന്നു. ഞാൻ അതും കണ്ടിരുന്ന് ഉറങ്ങിപ്പോയി. പിന്നീട് അമ്മ വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് ഞെട്ടി ഉണർന്നത്. എന്തൊരുറക്കമാടായത്. സമയം 3 മണി കഴിഞ്ഞോട്ടോ. 3 മണി കഴിഞ്ഞോ? ഇത്ര പെട്ടെന്നോ? അപ്പോൾ ഞാൻ ഇത്രയും നേരം ഉറങ്ങിപ്പോയോ? അമ്പരപ്പോടെ എൻ്റെ ചോദ്യം. പിന്നെ ഉറങ്ങാതെ കതക് കുറ്റിയിടണമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടും അതും തുറന്നു വെച്ചോണ്ട് ഉറക്കമായിരുന്നു അല്ലേ? ആണോ അമ്മേ? സോറിട്ടോ, എന്താണെന്നറിയില്ല. ഇന്നലെ രാത്രി ഉറക്കം ശരിയായില്ല, അതുകൊണ്ടാ ഒരു ക്ഷീണം. അമ്മ വീട്ടിൽ മൂളിക്കൊണ്ട് മുറിയിലേക്ക് ചെന്നു. ഞാനും പിന്നാലെ ചെന്നു. അമ്മയല്ലേ പറഞ്ഞേ 1 മണിക്കൂറിനുള്ളിൽ വരുമെന്ന്, എന്നിട്ടെന്താ വൈകിയത്? എൻ്റെ ചോദ്യം. അതേടാ,
ഞാനും വിചാരിച്ചതല്ല വൈകുമെന്ന്. വർക്ക് കുറച്ചധികമുണ്ടായിരുന്നു. എന്തായാലും എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. പിന്നെ അങ്ങേര് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകേണ്ടി വന്നു. തിരിച്ചു വരുമ്പോഴാണെങ്കിൽ അങ്ങേരുടെ കാറിൻ്റെ ടയർ പഞ്ചറായി. പിന്നെ അതൊക്കെ മാറ്റിയിട്ടപ്പോൾ നേരം വൈകി. അതും പറഞ്ഞ് അമ്മ 2 കൈയും പൊക്കി മുടി ഒതുക്കി നേരെയാക്കവേ വട്ടത്തിൽ വിയർത്ത കക്ഷം എൻ്റെ മുന്നിൽ അനാവൃതമായി. പാവം, നല്ലോണം വർക്ക് ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുവാണല്ലോ, ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ ഹാളിലോട്ട് വന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ വേഷം മാറി ഒരു നൈറ്റിയും ഇട്ടുകൊണ്ട് വന്നു. എന്നിട്ട് ബാലരമ എനിക്ക് തന്നു. പിന്നെ മംഗളം വാരികയും എടുത്ത് ഉമ്മറത്തേക്ക് നടന്നു. വാടാ, നമുക്ക് വായിക്കാം. ദാ വരുന്നു അമ്മേ എന്നും പറഞ്ഞ് ഞാനും പിന്നാലെ ചെന്നു. ഞങ്ങൾ വീടിൻ്റെ ഉമ്മറത്തിരുന്നു. എന്തായാലും ബാലരമ ഞാൻ അവിടെ മാറ്റിവെച്ചു. ഇപ്പോൾ അമ്മയുടെ കൂടെ മംഗളം വായിക്കാമെന്ന് കരുതി. അമ്മയുടെ കൂടെ വായിക്കുന്നത് എനിക്ക് വലിയ ഉത്സാഹമാണ്. അങ്ങനെ അമ്മ വാരികയെടുത്ത് ഞങ്ങളുടെ മടിയിൽ വെച്ച് നിവർത്തി. ഞാനും അമ്മയും വായന തുടങ്ങി. ആദ്യമായി തന്നെ വായിച്ചത് ഒരു പ്രേത കഥയായിരുന്നു. നല്ല രസികൻ നോവലായിരുന്നു അത്. ഞാൻ ഇടയ്ക്കിടെ അമ്മയെ നോക്കി. പേടിയും ആവേശവും നിറഞ്ഞ അമ്മയുടെ മുഖഭാവം കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. വായിച്ചു കഴിഞ്ഞോ, പേജ് മറിച്ചോട്ടെ, അമ്മയുടെ ചോദ്യം. ഞാൻ ഒന്ന് മൂളി. നല്ല അടിപൊളി പ്രേത നോവലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പേടിയിൽ അമ്മയുടെ ഇടത് കൈ എൻ്റെ വലത് കൈയിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അപ്പോൾ എനിക്ക് ചിരി വന്നു പോയി. പിന്നെ ആ നോവൽ വായിച്ചു തീരും വരെ അത് തുടർന്നു. ഇത്ര പെട്ടെന്ന് തീർന്നല്ലോ, ഇനി ബാക്കി അറിയാൻ അടുത്ത ലക്കം വരെ കാത്തിരിക്കണമല്ലോ, അമ്മ നിരാശാഭാവത്തോടെ പറഞ്ഞു. അതിനുശേഷം വായിച്ചത് ഒരു പ്രണയ നോവലായിരുന്നു. അപ്പോൾ അമ്മയുടെ മുഖഭാവം നല്ല സന്തോഷത്തിലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കും ആ നോവൽ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരു പ്രണയത്തിൻ്റെ ലോകത്തേക്ക് തന്നെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതും പിന്നെ അവിടുന്ന് കാര്യങ്ങൾ കുറച്ച് ത്രില്ലിംഗ് ആവുന്നതുമൊക്കെയായിരുന്നു കഥ. അത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇടം കണ്ടിട്ട് അമ്മയെ നോക്കി. അപ്പോൾ അമ്മയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞത് ഞാൻ കണ്ടു. ആഹാ, കൊച്ചുകള്ളിക്ക് കഥ ഇഷ്ടമായി, ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ വായിച്ച് പേജുകൾ ഓരോന്നായി മറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അന്നും വാരിക വായനയിൽ മുഴുകി സമയം കടന്നു പോയതറിഞ്ഞില്ല. നേരം ഇരുട്ടിത്തുടങ്ങിയപ്പോൾ അമ്മ പതുക്കെ പറഞ്ഞു, വാ മോനെ, എണീക്കാം, സമയമായി. ഞാനൊന്ന് മോളി. അമ്മ എണീറ്റു. ഞാൻ കൈ രണ്ടും നീട്ടി കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കാമേ. അമ്മ എൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കവേ പറഞ്ഞു, എന്തൊരു വെയിറ്റാടാ നിനക്ക്. അങ്ങനെ ഞങ്ങൾ വീടിനകത്തേക്ക് കയറി. അമ്മ കതകടച്ച് കുറ്റിയിട്ടു. അമ്മേ, അവരൊക്കെ എപ്പോഴാ വരിക? കല്യാണമൊക്കെ കഴിഞ്ഞ് കാണില്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞ് കാണും. അവർ നാളെ പുലർച്ചയ്ക്കോ മറ്റോ ഇങ്ങെത്തും. അവർ വന്നാൽ പിന്നെ നമുക്ക് കുഞ്ഞമ്മയുടെ മുറിയിൽ കിടക്കാൻ പറ്റില്ല അല്ലേ? അത് കേട്ടപ്പോൾ അമ്മ ചിരിച്ചു. പിന്നെ അമ്മ അടുക്കളയിൽ ചെന്ന് ചായ ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ലൈറ്റുകളൊക്കെ ഓണാക്കി ടിവിയും കണ്ടിരുന്നു. അതിൽ അപ്പോൾ തമിഴ് പാട്ടുകളുണ്ടായിരുന്നു. ഞാൻ അത് വെച്ചു. അപ്പോഴേക്കും അമ്മ ചായയുമായി വന്നു. പിന്നെ ടിവിയും കണ്ടിരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ അന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ തന്നെ കിടന്നു. അന്നും പുറത്തുകൂടി വല്ലവരും ചുറ്റിക്കറങ്ങുന്നുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടെ ജനാലയിൽ കൂടി നോക്കിയെങ്കിലും അന്ന് പ്രത്യേകിച്ച് ഒന്നും കേട്ടതുമില്ല, കണ്ടതുമില്ല. പിന്നെ അമ്മയെ നോക്കിയപ്പോൾ അമ്മ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാനും നന്നായി ഉറങ്ങി. പിന്നീട് പാതിരാത്രി അമ്മ എന്നെ തട്ടി വിളിച്ചതും ഞാൻ ഞെട്ടി എണീറ്റു. എന്താ അമ്മേ? ഞാൻ വെപ്രാളത്തോടെ ചോദിച്ചു. കോളിംഗ് ബെൽ അടിക്കുന്നു. അമ്മ അങ്ങനെ പറഞ്ഞതും ഞാൻ
പേടിച്ച് വിയർക്കാൻ തുടങ്ങി. ആരായിരിക്കും അമ്മേ ഈ സമയത്ത്? കതക് തുറക്കണ്ട, ഞാൻ പറഞ്ഞു. എടാ മണ്ട, അതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അത് അവരായിരിക്കും. അതും പറഞ്ഞ് അമ്മ എണീറ്റ് ലൈറ്റൊക്കെ ഇട്ടു. പിന്നെ ഹാളിലേക്ക് ചെന്നു. ഒരു പേടിയോടെ ഞാനും പിന്നാലെ ചെന്നു. അമ്മ കതക് തുറന്നപ്പോൾ കുഞ്ഞമ്മയും വല്യമ്മയും പിന്നെ മറ്റുള്ളവരുമൊക്കെ വന്നതായിരുന്നു. എല്ലാവരും എത്തിയോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ നാളെ രാവിലെ എത്തുമെന്ന്. കല്യാണ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മയുടെ ചോദ്യം. അത് പിന്നെ പറയാനുണ്ടോ മോളെ, അടിപൊളിയായിരുന്നു, വല്യമ്മ പറഞ്ഞു. അതെ, ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കല്യാണ സെറ്റപ്പ് കാണുന്നേ. പാട്ടും ഡാൻസും ഒന്നും പറയണ്ട, കുഞ്ഞമ്മ ഒരു ചിരിയാലെ പറഞ്ഞു. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് ബാക്കി വിശേഷങ്ങൾ നാളത്തേക്കായി ബാക്കി വച്ച് എല്ലാവരും ക്ഷീണത്തോടെ കിടക്കാൻ പോയി. പിന്നെ അമ്മയുടെ മുറിയിലും ഞാൻ എൻ്റെ മുറിയിലേക്കും ചെന്നു. എൻ്റെ മുറി മുകളിലത്തെ നിലയിലായിരുന്നു. തൊട്ടപ്പുറത്തെ മുറിയിൽ ആൻറ്റിയും അങ്കിളുമാണുള്ളത്. അതുകൊണ്ട് എനിക്കത്ര വലിയ പേടിയൊന്നുമില്ല എന്ന് പറയാം. ഞാനപ്പോൾ ഉറക്കം വരാതെ ബെഡിൽ ചെരിഞ്ഞും മറിഞ്ഞും കിടന്നു. പിന്നെ കുറച്ചു നേരം എണീറ്റിരുന്നു. എന്തായാലും ഉറക്കം പോയി. നേരത്തെ വായിച്ച നോവലിൻ്റെ ബാക്കി വായിക്കാം, അതും ചിന്തിച്ച് ഞാൻ ഡിം ലൈറ്റ് ഓഫാക്കി മറ്റേ ലൈറ്റ് ഇട്ടു. പിന്നെ മംഗളം വാരികയെടുത്ത് വായന തുടങ്ങി. പെട്ടെന്നാണ് പുറത്തു നിന്നും എന്തോ വീഴുന്ന പോലുള്ള ശബ്ദവും ചിരിക്കുന്നതും ആരോ അടക്കം പറയുന്നത് പോലുള്ള ശബ്ദവുമൊക്കെ കേട്ടത്. സത്യത്തിൽ എനിക്കപ്പോൾ വീണ്ടും പേടി തോന്നി. എൻ്റെ ദൈവമേ, പാതിരാത്രി ആവുമ്പോൾ ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ, കാത്തോളണേ എന്നും മനസ്സിൽ പറഞ്ഞു ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കിയെടുത്ത് ഞാൻ എണീറ്റ് പതുക്കെ ജനാല തുറന്നു. പിന്നെ താഴെ എല്ലായിടത്തും നോക്കി. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ഞാൻ സൂക്ഷിച്ചു നോക്കി. കുഞ്ഞമ്മയുടെ മുറിയിലെ ജനാലയുടെ പുറത്ത് ഒരാൾ നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ജനാലവാതിൽ തുറന്നിട്ടിരിക്കുവാണെന്ന് മനസ്സിലായി. പിന്നെ അയാൾ കുഞ്ഞമ്മയോട് ചിരിച്ച് കൊഞ്ചി സംസാരിക്കുവാണ്. പക്ഷേ ആളെ അത്ര വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കുഞ്ഞമ്മയുടെ പുതിയ കാമുകനായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കുഞ്ഞമ്മയ്ക്ക് ഇത് തന്നെയാണ് പരിപാടി. ആദ്യം കുറേ കാമുകന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കല്യാണത്തിന് ശേഷവും പ്രണയിച്ചു. അങ്ങനെ ആദ്യത്തെ ഭർത്താവ് ഒഴിവാക്കി പോയതാണ്. ഇപ്പോൾ വീണ്ടും കെട്ടി. ഭർത്താവാണെങ്കിൽ ഗൾഫിലും, കുഞ്ഞമ്മയാണെങ്കിൽ വീണ്ടും പണ്ടത്തെ ആ പ്രവൃത്തി തുടരുന്നു.